ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും ഇന്നലെ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ആന്റോ ആന്റണിക്ക് 26,8211.27 രൂപയുടെ നിക്ഷേപങ്ങളും ഇതര ആസ്തികൾ 14,20,135 രൂപയുടേതുമാണെന്ന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കപ്പെട്ട സത്യവാങ്മൂലം. 54.78 ലക്ഷം രൂപയുടെ വായ്പയും ആന്റോയ്ക്കുണ്ട്. ഭാര്യയുടെ പേരിൽ 7,70,330.28 രൂപയുടെ ആസ്തികളുണ്ട്. അതേസമയം രണ്ട് മക്കളിൽ ഒരാളുടെ പേരിൽ 81,194.67 രൂപയും മറ്റൊരാളുടെ പേരിൽ 21,247.06 രൂപയുമാണ് നിക്ഷേപമായുള്ളത്. ആന്റോ ആന്റണിയുടെ കൈവശം ഇന്നലെ 50,000 രൂപയും ഭാര്യയുടെ കൈവശം 20,000 രൂപയും മക്കളുടെ കൈവശം 10,000 രൂപ വീതവുമാണ് പണമായിട്ടുള്ളത്. വിവിധ ബാങ്കുകളിലെ നിക്ഷേപവും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സഹകരണ ബാങ്കുകളിൽ 25,000 രൂപ ആന്റോയ്ക്ക് നിക്ഷേപമുണ്ട്. ഭാര്യയുടെ പേരിൽ പൂഞ്ഞാർ സഹകരണ ബാങ്കിൽ 20,000 രൂപയുടെ നിക്ഷേപമുണ്ട്. 2016-2019 മോഡലുകളിലുള്ള 2 ഇന്നോവ വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കാർഷിക വാണിജ്യ ഭൂമിയും കെട്ടിടങ്ങളും ഉൾപ്പെടെ 14,20,135 രൂപയുടെ ആസ്തിയാണ് ആന്റോയ്ക്കുള്ളത്. ഭാര്യയുടെ പേരിൽ 75,70,738 രൂപയുടെ ആസ്തി വകകളുണ്ട്. 54,78,658 രൂപയുടെ വായ്പ വിവിധ ബാങ്കുകളിലായി MPക്കും 64,49,032.23 രൂപയുടെ വായ്പ ഭാര്യയ്ക്കുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നൽകിയ ഇൻകം ടാക്സ് വിവരങ്ങളും സത്യവാങ്മൂലത്തിലുണ്ട്. 2023-24 ആന്റോ നൽകിയത് 940.190 രൂപയാണ്. ഭാര്യ 4,78,530 രൂപയും നൽകി. 2020-21 12 ലക്ഷം രൂപയും 2019-2020 11,52,539 രൂപയും ആദായ നികുതിയായി ആന്റോ നൽകിയിട്ടുണ്ട്. വിവിധ കോടതികളിലായി ഇക്കാലയളവിലുള്ള പെറ്റി കേസുകളടക്കമുള്ളവയുടെ വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനിൽ കെ ആന്റണിക്ക് വിദേശ ബാങ്കുകളിലടക്കം 1,14,577.75 രൂപയുടെ നിക്ഷേപമുള്ളതായി സത്യവാങ്മൂലം. 50,000 രൂപയാണ് സ്ഥാനാർത്ഥിയുടെ കൈവശമുള്ളത്. ന്യൂഡൽഹി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വിവിധ ബാങ്ക് ശാഖകളിലെ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. USA ധനകാര്യ സ്ഥാപനങ്ങളിലായി 5.38 ലക്ഷം 56,610 രൂപയുടെയും നിക്ഷേപമുണ്ട്. വിദേശത്തുൾപ്പെടെ നടത്തിയിട്ടുള്ള ഇതര നിക്ഷേപ വിവരങ്ങളും ചേർത്താണ് സത്യവാങ്മൂലം തയ്യാറാക്കിയിട്ടുള്ളത്. വസ്തു സംബന്ധമായ ഇതര ആസ്തികളോ വായ്പകളോ കുടിശ്ശികകളോ ഒന്നും തന്നെയില്ല. USA സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് നേടിയിട്ടുള്ള മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അനിലിന്റെ വിദ്യാഭ്യാസ യോഗ്യത.